ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A to Z Tips-ന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം വിവിധ തസ്തികകളിലായിട്ട് 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന 337 ഒഴിവുകളുമായിട്ടാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത്. മുമ്പ് ഇതേ വിജ്ഞാപനം ഞാൻ അപ്ലോഡ് ചെയ്തതാണ്, പക്ഷേ അന്ന് ഡേറ്റ് കൺഫേം ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാസം മുമ്പായിരുന്നു അത് വന്നിരുന്നത്. ഇപ്പോൾ ഡേറ്റ് കൺഫേം ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ആക്റ്റീവ് ആയിട്ടുണ്ട്. 19/7/2019 മുതൽ 7/8/2019 വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് തസ്തികയിലേക്ക്. അപ്പോൾ ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക, എന്തെല്ലാം യോഗ്യതകളാണ് വേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ നമുക്ക് തൊഴിൽ വാർത്തകളും അതുപോലെ ജോബ് ഇൻഫർമേഷനും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അസിസ്റ്റന്റ് ഡയറക്ടർ ഡിസ്ട്രിക്ട് യൂത്ത് കോർഡിനേറ്റർ 160 ഒഴിവുകളും, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ 4 വേക്കൻസികളും, ജൂനിയർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറഞ്ഞ 17 വേക്കൻസികൾ, അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 58 ഒഴിവുകൾ, അതുപോലെ ഹിന്ദി ട്രാൻസ്ലേറ്റർ 1, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 23 ഒഴിവുകളും, അസിസ്റ്റന്റ് 38 ഒഴിവുകൾ, ലോവർ ഡിവിഷണൽ ക്ലർക്ക് 12 ഒഴിവുകൾ, ലൈബ്രറിയൻ 1 വേക്കൻസി, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് MTS 23 ഒഴിവുകളുമായിട്ടാണ് 337 ഒഴിവുകളുമായി വിജ്ഞാപനം വന്നത്. അപ്പോൾ ഓരോ തസ്തികയിലേക്കും അതിൻ്റെ റിസർവേഷനും കാര്യങ്ങളൊക്കെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നോക്കാം ഇതിൻ്റെ എലിജിബിലിറ്റി ക്രിറ്റീരിയം, അതിൽ വരുന്ന സാലറി ലിമിറ്റൊക്കെ നോക്കാം. ഡിസ്ട്രിക്ട് യൂത്ത് കോർഡിനേറ്റർ തസ്തികയിലേക്ക് 56,100 മുതൽ 1,77,500 വരെയാണ് ഇതിലേക്ക് വരുന്ന സാലറി ലഭിക്കുന്നത്. ക്വാളിഫിക്കേഷൻ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ അത് നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ട കാര്യമാണ്. ഡിസൈറബിൾ അത് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. എസെൻഷ്യൽ നോക്കുകയാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി PG ഉണ്ടായിരുന്നാൽ മതി. അവർ അംഗീകൃത സർവകലാശാലയിൽ നിന്നും PG ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു തസ്തികയാണ് ഡിസ്ട്രിക്ട് യൂത്ത് കോർഡിനേറ്റർ. അപ്പോൾ നിങ്ങൾ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കുക. ഞാനിവിടെ എസെൻഷ്യൽ മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ വരുന്നത് ജൂനിയർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ 44,900 മുതൽ 1,42,400 വരെയാണ് ഇതിലേക്ക് ഇരുന്ന സാലറി. ഇതിലേക്ക് വരുന്നത് മാസ്റ്റർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ BE or MCA ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കാം, സീനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ തസ്തികയിലേക്ക് 44,900 മുതൽ 1,42,400 വരെയാണ് സാലറി ലഭിക്കുന്നത്. ഇതിലേക്ക് മാസ്റ്റർ ഡിഗ്രി ഇൻ എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി in Hindi or English or with English, Hindi as a compulsory or active subject or as a medium of or examination at a degree level. അടുത്ത അസിസ്റ്റന്റ് തസ്തികയിലേക്ക് 35,400 മുതൽ 1,12,400 വരെയാണ് ഇതിലേക്ക് സാലറി. ഡിഗ്രി ഉള്ളവർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഈ തസ്തികയിലേക്ക് 3 year എക്സ്പീരിയൻസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവർക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. പിന്നെ ലൈബ്രറി എന്ന തസ്തികയിലേക്ക് ഡിഗ്രി ഉണ്ടായിരിക്കും, ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഡിഗ്രി അല്ലെങ്കിൽ ഈക്വലൻ്റ് ആയിട്ടുള്ളത് ഉണ്ടായിരിക്കാം. അതുപോലെ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ലൈബ്രറി സയൻസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഈക്വലൻ്റ്. പിന്നെ പറഞ്ഞ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 35,400 ഇതിലേക്ക് 35,400 മുതൽ 1,12,400 വരെയാണ് ഇതിലേക്ക് സാലറി. 12th ക്ലാസ് പാസ്സായിരിക്കണം, +2 യോഗ്യത ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ടൈപ്പിംഗ് സ്കില്ലും ഉള്ളവർക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അതുപോലെ വർക്കിംഗ് നോളേജ്, കമ്പ്യൂട്ടറിലെ വർക്കിംഗ് നോളേജും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ തസ്തികയിലേക്ക് 29,200 മുതൽ 92,300 വരെയാണ് ഇതിലേക്ക് വരുന്ന സാലറി. അതുപോലെ തന്നെ ഇതിലേക്ക് വരുന്ന എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിഗ്രി ഉണ്ടായിരിക്കുക, ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ടൈപ്പിംഗ് സ്പീഡ് വേണം. പിന്നെ 1 year സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, 1 വർഷത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് കമ്പ്യൂട്ടറിൻ്റെ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലഭിച്ച ഒരു കോഴ്സ് പഠിച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് തസ്തികയിലേക്ക് 25,500 മുതൽ 81,100 വരെയാണ് ഇതിലേക്ക് വരുന്ന സാലറി. BCom ഉണ്ടായിരിക്കുക, ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഒരു BCom ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ 2 year എക്സ്പീരിയൻസ് ഇൻ അക്കൗണ്ട്സ് വർക്ക്, ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ നിങ്ങൾക്ക്
2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, ടൈപ്പിങ്ങും അറിഞ്ഞിരിക്കണം, പിന്നെ കമ്പ്യൂട്ടറിലുള്ള പരിജ്ഞാനവും ഉണ്ടായിരിക്കണം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. പിന്നെ ലോ അഡീഷണൽ ക്ലർക്ക് തസ്തികയിലേക്ക് 19,900 മുതൽ 63,200 വരെ ഇതിലേക്ക് വരുന്ന സാലറി. 12th ക്ലാസ് ഉണ്ടായിരിക്കുക, 12ാം ക്ലാസ് +2 ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ടൈപ്പിംഗ് അറിയുന്നവർക്കും ഇത് അപേക്ഷിക്കാൻ കഴിയും. പിന്നെ വരുന്ന മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ് MTS. 18,000 മുതൽ 56,900 വരെയാണ് ഇതിലേക്ക് വരുന്ന സാലറി. ഇതിലേക്ക് 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ് അതല്ലെങ്കിൽ ഈക്വലൻ്റ് ഉള്ള ആളുകൾക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയുന്ന തസ്തികയാണ് MTS. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഡിസ്ട്രിക്ട് യൂത്ത് കോർഡിനേറ്റർ തസ്തികയിലേക്ക് 28 വയസ്സാണ് മാക്സിമം വയസ്സ്. 1/1/2019 കണക്കാക്കിയായിരിക്കും ഏജ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ജൂനിയർ കമ്പ്യൂട്ടർ പ്രോഗ്രാം, സീനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റും 28 വയസ്സാണ്. അസിസ്റ്റന്റ് ലൈബ്രറിയൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, അക്കൗണ്ട്സ് ടൈപ്പിസ്റ്റ് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് 28 വയസ്സ് തന്നെയാണ്. അത് കണക്കാക്കുന്നത് ക്ലോസിംഗ് നമ്മുടെ ഈ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അഥവാ 7/8/2019 കണക്കായിട്ടായിരിക്കും ആ ഒരു ഏജ് കണക്കാക്കുന്നത്. പിന്നെ സ്റ്റെനോഗ്രാഫർ 18 to 27 വയസ്സ് വരെയും, ലോവർ ഡിവിഷണൽ ക്ലർക്ക് 28 വയസ്സ് വരെയും, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് വരുന്നത് 18 to 25 വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ റിസർവേഷൻ SC/ST OBC ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ള അതേ ഇളവുകൾ ലഭിക്കുന്നതാണ്. OBCക്ക് 3-ൻ്റെയും SC/STക്ക് 5 വയസ്സിൻ്റെയും ഇളവുകളും ലഭിക്കുന്നതാണ്. നല്ലൊരു അവസരം തന്നെയാണ്. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഒന്ന് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഇതിലേക്കുള്ള എല്ലാ കാര്യങ്ങളും എന്തെല്ലാം വർക്കുകളാണ് ഉണ്ടായിരിക്കുക എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സിലബസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സിലബസ് ഒക്കെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. മെയിൽ കാൻഡിഡേറ്റ്സിന് OBC അതുപോലെ ജനറൽ കാൻഡിഡേറ്റ്സിന് 700 രൂപയും, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് OBC ജനറൽ കാൻഡിഡേറ്റ്സിന് 350 രൂപയും, അതുപോലെ SC/ST PWD കാൻഡിഡേറ്റ്സിന് ഫീസൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും അതുപോലെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തുടർച്ചയായ വീഡിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.